ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ മഹേഷ് ഉഷസ്. ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത്. 2025 വർഷത്തിൽ ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവരുടെ ഒരു വർഷക്കാലത്തേക്കുള്ള ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. 2025 ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഒരു വർഷക്കാലത്ത് ഉത്രാടം നക്ഷത്ര ജാതരായിരിക്കുന്നവർക്കുള്ള ഒരു പൊതുഫലം, അത് ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ കലർന്നു വരുന്ന ഒരു വർഷഫലമാണ് ഈ വീഡിയോയിലൂടെ നാം ചെയ്യുന്നത്. ഉത്രാടം നാളുകാർ തികഞ്ഞ ഗുരുഭക്തിയും ഈശ്വരധർമ്മ വിശ്വാസികളും ആയിരിക്കും. ബുദ്ധിശക്തി, സംസ്കാര സമ്പന്നത, ധാർമ്മികത എന്നിവ ഈ നക്ഷത്രക്കാരുടെ ലക്ഷണങ്ങളാണ്. എല്ലാ ഇടപാടുകളിലും കഴിവുള്ളത്ര നീതിയും ആത്മാർത്ഥതയും പുലർത്തുന്നവരായിരിക്കും ഇവർ. ആർഭാടങ്ങളിൽ ഇവർക്ക് താല്പര്യം കുറവായിരിക്കും. കുടുംബത്തിലെ അന്തസ്സും അഭിമാനവും നിലനിർത്തണമെന്നും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ മാന്യത പുലർത്തണം എന്നുമുള്ള നിർബന്ധ ബുദ്ധി ഇവർക്ക് പ്രധാനമായിരിക്കും. പ്രതിസന്ധികൾ ഉണ്ടായാലും അഭിവൃദ്ധികരമായ ഒരു ജീവിതമായിരിക്കും ഇവർക്കുണ്ടാകുന്നത്. കൂട്ടുപ്രവർത്തനങ്ങളിൽ ഈ നാളുകാർ വളരെയധികം സൂക്ഷിക്കണം. ഐശ്വര്യവും ഭർത്തൃസ്നേഹവുമുള്ള ഭാര്യമാരെ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് സന്താനങ്ങളെ കൊണ്ട് ക്ലേശമുണ്ടാകുവാനും സാധ്യതയുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈശ്വരഭക്തിയും മനോനൈർമല്യവും കൂടുതലായിരിക്കും. പുണ്യകർമ്മങ്ങളും വ്രതാനുഷ്ഠാനങ്ങളും ഇവർക്ക് താല്പര്യമായിരിക്കും. എന്നാൽ അഹങ്കാരം, വാഗ്ദോഷം എന്നിവ ഇവരിൽ ചിലരുടെ ദോഷങ്ങളും ആണ് താനും. ഉത്രാടം നാളുകാരുടെ പ്രതികൂലമായിട്ടുള്ള നാളുകളാണ് അവിട്ടം, പൂരുരുട്ടാതി, രേവതി, മകം, ചോതി എന്നീ നാളുകൾ. ഈ നാളുകാരുമായുള്ള ബന്ധങ്ങൾ ഉത്രാടം നാളുകാർക്ക് അത്ര നല്ലതല്ല. ഈ ദിനങ്ങളിലുള്ള ശുഭകർമ്മങ്ങളുടെ ആരംഭങ്ങളുമൊക്കെ അത്യാവശ്യം വർജിക്കുന്നതായിരിക്കും നല്ലത്. ചൊവ്വ, ഗുരു, ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ ദിശാകാലങ്ങൾ ഇവർക്ക് ദോഷകരമാണ്. ഞായറാഴ്ച വ്രതം, ഉത്രാടം നാളിൽ ശിവക്ഷേത്ര ദർശനം എന്നിവ ഐശ്വര്യപ്രദമാണ്. ഉത്രാടം ധനുക്കൂറിൽ ജനിച്ചവർ വ്യാഴത്തെയും മകരക്കൂറിൽ ജനിച്ചിരിക്കുന്നവർ ശനിയെയും പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും അനുഷ്ഠിക്കണം. മനുഷ്യഗണത്തിൽ ഉൾപ്പെടുന്ന നാളാണ് ഉത്രാടം. പക്ഷി കോഴിയാണ്. ഭൂതം വായുവും ദേവത വിശ്വദേവരുമാണ്. പുരുഷയോനിയിൽപ്പെട്ട ഈ നക്ഷത്രത്തിന്റെ മൃഗം കാളയും വൃക്ഷം പ്ലാവും അക്ഷരം ഏയുമാണ്. സൂര്യദിശയിലാണ് ജനനം. തുടർന്ന് ചന്ദ്രദിശ, ചൊവ്വാദിശ, രാഹുർദിശ, വ്യാഴദിശ, ശനിദിശ എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ പിന്നിടുന്നത്. ഉത്രാട നാളുകാർക്ക് 2025 വർഷം പലവിധ വൈദ്യങ്ങളും അതിജീവിച്ച് മുന്നോട്ട് നീങ്ങേണ്ട കാലഘട്ടമായിരിക്കും. പ്രതിസന്ധികളെ മറികടക്കുവാൻ ആത്മീയതയുടെ സഹായങ്ങൾ അനിവാര്യമായി വരികയും ചെയ്യും. ഹൃദയ സംബന്ധമായി മറ്റും രോഗങ്ങൾ അനുഭവിക്കുന്നവർ വളരെ ശ്രദ്ധ ചെലുത്തേണ്ട കാലഘട്ടം കൂടിയാണ് 2025. ജനുവരി മാസം വളരെ ക്ലേശം അനുഭവങ്ങളുടെ കാലമായിരിക്കും. ആരോഗ്യപരമായും വ്യക്തിപരമായും വളരെയധികം ദോഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന സമയമായി തന്നെ കണക്കാക്കാം. ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങൾ, പ്രവൃത്തി മേഖലയിലെ സമ്പന്നാവസ്ഥ, സാമ്പത്തിക പരാജയം, സ്വജന വിരോധം, പോലീസ് കേസുകൾ, അപകീർത്തികരമായ അനുഭവങ്ങൾ എന്നിവ നിറഞ്ഞതായിരിക്കും ജനുവരി മാസം. ഫെബ്രുവരി മാസത്തിൽ കഠിനതരങ്ങളായ അനുഭവങ്ങൾ തൽക്കാലം ശാന്തി വരുത്തുന്നതും അല്പമായ പുരോഗതിയും അഭിവൃദ്ധിയും അനുഭവപ്പെടുന്നതുമായിരുന്നു. ഗൃഹ ഐശ്വര്യങ്ങളും തൊഴിൽ അഭിവൃദ്ധിയും സാമ്പത്തികവും ഉണ്ടാകും. മാർച്ച് മാസം ഉത്രാടം നാളുകാർക്ക് ധനുരാശിയിൽ ജനിച്ചവർക്ക് സാമാന്യന ക്ലേശാനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും. എന്നാൽ മകരക്കൂറിൽ വരുന്നവർ അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളുടെ വർധനവും ഗൃഹ ഐശ്വര്യങ്ങളും തൊഴിൽ അഭിവൃദ്ധിയും സമ്പദ് മേന്മയും ഉള്ളവരായിരിക്കും. ഏപ്രിൽ മാസത്തിൽ ഉത്രാടം നാളുകാർക്ക് ആശ്വാസത്തിനുള്ള കാലമാണ് എങ്കിലും വിഷമാവസ്ഥകൾ ഇടയ്ക്ക് അലട്ടുവാൻ സാധ്യതയുണ്ട്. മനക്ലേശം ഉണ്ടാകും. തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുവാനും സാധ്യതയുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളെ പറ്റിയുള്ള വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുവാനും അടുത്ത ആളുകളോട് പിണങ്ങുവാനും ഇടവരും. സുഖഹാനിയും മനക്ലേശവും ഉണ്ടാകാനും സാധ്യതയുണ്ട്. മെയ് മാസ കാലഘട്ടം വളരെ ഗുണപ്രദമായിരിക്കും. പ്രശ്നങ്ങൾ അകന്നു പോകുകയും പുത്തൻ ആശയങ്ങൾ നടപ്പാക്കി ജീവിത നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കും. സാമ്പത്തിക രംഗം ശോഭനമായി തുടരുകയും ചെയ്യും. ജൂൺ മാസം വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പലവിധ ആയുർ രോഗങ്ങളും അഭിമുഖീകരിക്കേണ്ടതായി വരും. ജലജന്യ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, മനപ്രയാസങ്ങൾ ഇവ കാരണമായ പല ദുരിതങ്ങളും ഉണ്ടാകാം. മാതാവുമായി ബന്ധപ്പെട്ട ദോഷങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായും വരും. ജലാശയങ്ങൾ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൽ വിഷലിപ്ത സാഹചര്യം ഉണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട്. ഇതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യുവാൻ. ജൂലൈ മാസം ഉത്രാടം നാളുകാർക്ക് സമ്മിശ്ര അനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും. ക്ഷയവർദ്ധനവും മാറി മാറി അനുഭവപ്പെടും. ചില സമയം കഠിന മനക്ലേശങ്ങൾ കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടും ദോഷാനുഭവങ്ങൾ ഉണ്ടാകും. സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള മനോധൈര്യം ലഭിക്കും. തൊഴിൽ രംഗം വളരെ സംഘർഷങ്ങളെ കൊണ്ടുള്ളതായിരിക്കും. സാമ്പത്തിക സ്ഥിതിയും മെച്ചമായി വരാനുള്ള സാധ്യതയുണ്ട്. ഓഗസ്റ്റ് മാസം പൊതുവെ ഗുണാനുഭവങ്ങളാൽ അലങ്കൃതമായിരിക്കും.
വിദേശ ജോലിക്കാർക്കും പഠനത്തിന് പരിശ്രമിക്കുന്നവർക്കും സമയത്തിന്റെ ആനുകൂല്യം ലഭിക്കും. പാട്ടകൃഷി, വലിയ കൃഷിഫാമുകളുടെ പ്രവർത്തനം ഇവയെല്ലാം വളരെ ശ്രേഷ്ഠമായി തന്നെ വരും. വിവാഹവും മറ്റും നടക്കുകയോ പങ്കാളിയെ കണ്ടെത്തുകയോ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും ആഗസ്റ്റ് മാസം. സെപ്റ്റംബർ മാസത്തിൽ ആഗ്രഹാനുസരണമുള്ള മംഗല്യഭാഗ്യം കാണുന്നുണ്ട്. സർക്കാർ ജോലികൾ താൽക്കാലികമോ സ്ഥിരമായതോ ലഭിക്കും. സ്ഥലം വാങ്ങാനുള്ള ആഗ്രഹം ജനിക്കുകയും അത് വാങ്ങുകയും ചെയ്യും. കൃഷിയിലും വർധനവ് പ്രതീക്ഷിക്കാം. എന്നാൽ അപകീർത്തി ഭയം അലട്ടാം. ഒരുപാട് നാളായി കാത്തിരിക്കുന്ന ചില ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരത്തിന് അവസരമുണ്ടാകുന്ന കാലഘട്ടമായിരിക്കും സെപ്റ്റംബർ മാസം. ഒക്ടോബർ മാസത്തിൽ കച്ചവടം തുടങ്ങുവാനുള്ള ആഗ്രഹത്തിന് ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിടാം. സർക്കാർ ജീവനക്കാരിൽ കൃത്യനിർമ്മാണ വീഴ്ചകൾ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ കൊണ്ട് സ്ഥലമാറ്റം ഉണ്ടാകുവാനും താൽക്കാലികമായ വിരാമം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അപകട സാധ്യതകൾ ഉണ്ടെന്നറിഞ്ഞ് പ്രവർത്തിക്കുക. വാഹനയാത്രക്കാർ ശ്രദ്ധിക്കേണ്ടതായി കാണുന്നു. ചിലവുകൾ അധികരിക്കുകയും വിവാഹ ഐശ്വര്യങ്ങളുടെ വരവും പ്രതീക്ഷിക്കുകയും ചെയ്യാം. നവംബർ മാസത്തിൽ നിയമന ഉത്തരവുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അവ ലഭിക്കുവാനും സാഹചര്യമുണ്ടാകും. അഭിമുഖീകരിക്കുന്ന പരീക്ഷകളിൽ വിജയം സുനിശ്ചിതമായിരിക്കും. കൃഷി, കച്ചവടം തുടങ്ങിയവയിൽ നിന്നുമുള്ള ധനാഗമ യോഗം കാണുന്നുണ്ട്. സ്ഥലം വാങ്ങുവാനും വിൽക്കുവാനുമുള്ള അവസരം ലഭിക്കുന്ന കാലഘട്ടമായിരിക്കും. സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്ത് നീങ്ങാൻ കഴിയും. ചില സഹായങ്ങളുടെ വരവും പ്രതീക്ഷിക്കാം. ഡിസംബർ മാസത്തിൽ ആരോഗ്യപരമായി അല്പം ക്ഷീണമോ ഉന്മേഷക്കുറവോ മടിയോ അകാരണമായിട്ടുള്ള ഉത്കണ്ഠയോ ഉണ്ടാകാം. ഒന്ന് മാറി നിൽക്കാൻ വരെ തോന്നലുണ്ടാകും. ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷനുള്ള അനുഭവം ഉണ്ടാകും. സർക്കാരുമായ കേസുകൾക്ക് ഇവർക്ക് ഒരു പരാജയ ഭീതിയും ധനനഷ്ടവും അനുഭവപ്പെടും. ചില ആപത്തുകളെ ഭയക്കേണ്ടതാകിയാൽ ഡിസംബർ മാസം ശ്രദ്ധിക്കേണ്ട കാലം തന്നെയാകുന്നു. ഇങ്ങനെ 2025 ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഒരു വർഷ കാലഘട്ടത്തിൽ കൂടുതലും ദുരിതാനുഭവങ്ങൾ തന്നെ ഈ ഉത്രാട നാളുകാർക്ക് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും ഒക്കെയും തന്നെ പൂർണ്ണമായും നിശ്ചയിക്കണമെങ്കിൽ ഓരോരുത്തരുടെയും ഗ്രഹനില പരിശോധിച്ച് മാത്രമേ അത് നിശ്ചയിക്കാൻ കഴിയുകയുള്ളൂ. സാമാന്യനെയുള്ള ഒരു ഗുണദോഷാനുഭവമാണ് ഇവിടെ ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണ അനുഭവം അറിയണം എന്നുണ്ടെങ്കിൽ ഓരോരുത്തരും അവരവരുടെ സമീപത്തുള്ള നല്ലൊരു ജ്യോത്സ്യനെ സമീപിച്ച് തങ്ങളുടെ ദോഷകാലഘട്ടവും ഗുണകാലഘട്ടവും ഒക്കെ മനസ്സിലാക്കിയിട്ട് ദോഷത്തിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശാനുസരണം തന്നെ ചെയ്ത് ദോഷാനുഭവങ്ങൾക്ക് അയവ് വരുത്തേണ്ടതാണ് എന്ന് എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഉത്രാട നാളുകാരുടെ 2025 വർഷഫലം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.